ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും അതുപോലെ സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതായത് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ട്രൈപോഡുകൾ, പിന്നെ ക്യാമറാസ്, പിന്നെ മൈക്ക്, ഇതിനെ മെയിനായിട്ട് പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനസോണിക്കിൻ്റെ GH4 എന്നുള്ള ക്യാമറയാണ്. ഇപ്പോൾ GH5 ഇറങ്ങിയിട്ടുണ്ട്. GH5 ലോ ലൈറ്റിൽ നല്ല ഗുഡ് പെർഫോമൻസ് ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് നോക്കാം. ഇത് 12-35 mm-ൻ്റെയാണ്. ഇത് മെയിനായിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെൻസിൻ്റെ കവർ എടുത്ത് കാണിച്ചു തരാം. 2.8 ആണ് അപ്പച്ചർ. ഇത് 12-35 mm ലുമിക്സിൻ്റെ ലെൻസാണ് GH4 ഫിറ്റ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു ലെൻസാണ്, അടിപൊളി ലെൻസാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിക്സിൻ്റെ വേറൊരു കുഞ്ഞൊരു ലെൻസ് ഉണ്ട്. ഇതാണ്, ഇത് 25 mm-ൻ്റെയാണ്. പിന്നെ അപ്പച്ചർ ഇതിൻ്റെ അപ്പച്ചർ 1.7 ആണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം. 1.7 അപ്പച്ചർ ഉള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത ഹെവി ആയിട്ടുള്ള ഒരു ലെൻസ് ഉണ്ട്. ഇത് സിഗ്മയുടെ ലെൻസാണ്. ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇത് 12-35 mm-ൻ്റെ ലെൻസാണ്. പിന്നെ ഇതിൽ നമുക്ക് സിഗ്മയുടെ ലെൻസ് ഫിറ്റ് ചെയ്യണമെങ്കിൽ മെറ്റാബോൺസ് M43 മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്പീഡ് ബൂസ്റ്റോണി ഫിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പാനസോണിക് GH4 അല്ലെങ്കിൽ GH5 ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഹെവിയാണ്. ഇത് അപ്പച്ചർ ഇത് 1.4 വരെ ആവുന്നുണ്ട് അപ്പച്ചർ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് വീഡിയോ കിട്ടും. ഇത് അടുത്ത ലെൻസാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ക്യാമറ സെറ്റപ്പ്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഒരു ഇഷ്ടപ്പെട്ടൊരു ക്യാമറയാണ് GH4. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ വ്ളോഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാൻഫ്രോട്ടോയുടെ ഒരു ട്രൈപോഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് ട്രൈപോഡ്. ഇനി നമുക്ക് മൈക്കിനെ പരിചയപ്പെടാം. മൈക്ക് ഞാൻ ആദ്യം മേടിച്ച മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിൻ്റെ H1 എന്ന് പറഞ്ഞ മൈക്കാണ് ആദ്യം മേടിച്ചത്. മൈക്ക് ഒരു നല്ലൊരു മൈക്കായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനത് മാറ്റിയിട്ട് റോഡിൻ്റെ വീഡിയോ മൈക്രോയിലേക്ക് മാറ്റി. ഇത് രണ്ടും നല്ല മൈക്കുകളൊന്നാണ് കേട്ടോ. റോഡിൻ്റെ അടിപൊളി മൈക്കുകളാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ വയർലെസ് Go 2 ആക്കി. ഏറ്റവും നല്ലൊരു മൈക്രോ ഫോണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഇതാണ് വയർലെസ് Go 2. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള മൈക്കിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിനെ പരിചയപ്പെടാം. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ച്, അതായത് സ്റ്റഡി ക്യാം ഉപയോഗിച്ചാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്തിരുന്നത് വെച്ചത്. അപ്പോൾ സ്റ്റഡി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ എല്ലാം മെഷീനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റെബിലൈസറായി. അപ്പോൾ നമുക്ക് അത് പരിചയപ്പെടാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റഡി ക്യാം. ഞാൻ ആദ്യം മേടിച്ച സ്റ്റഡി ക്യാമാണ് ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളതിന് ശേഷം ക്യാമറയ്ക്ക് വേണ്ടി നമ്മളൊരു ക്രെയിൻ 2 മേടിച്ചായിരുന്നു. സ്റ്റെബിലൈസ് ഇത് കിട്ടാൻ വേണ്ടി ക്രെയിൻ 2 മേടിച്ചായിരുന്നു. അത് നല്ലൊരു ഡിവൈസാണ്. പിന്നെ മൊബൈൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓസ്മോ മൊബൈൽ 2 മേടിച്ചായിരുന്നു. ഓസ്മോ മൊബൈൽ 3 വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു ഡിവൈസാണ്. പക്ഷേ ഓരോരുത്തരുടെ ഇതനുസരിച്ചാട്ടോ. നമ്മളിപ്പോൾ മൊബൈലിൽ തന്നെ ഏകദേശം സ്റ്റെബിലൈസ് ആയിട്ടാണ് നമ്മുടെ ക്യാമറകളെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചോയ്സ് ആയിട്ടത്. പിന്നെ അടുത്ത സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളാണ്. അപ്പോൾ ലൈറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരട്ടെ. ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആണെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ നൈറ്റിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ലൈറ്റ് മസ്റ്റായിട്ടും വേണം. അപ്പോൾ ആ ലൈറ്റുകൾ പരിചയപ്പെടുത്തട്ടെ. മെയിനായിട്ടുള്ള ഉപയോഗിക്കുന്ന നമ്മുടെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോങ്നിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ YN600L എന്ന് പറയുന്നതാണ്. ഇത് പഴയൊരു മോഡലാണ്. ഇതിപ്പോൾ ഒരു 3 വർഷം മുമ്പ് മേടിച്ചൊരു മോഡലാണ് കേട്ടോ. YONGNUO ആണ്. യോങ്നിയോ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ലൈറ്റ് സോഴ്സും. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോണിയുടെ ഒരു ലൈറ്റും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക്. സോണിയുടെ മോഡൽ നമ്പർ HVL-LE1 എന്ന് പറയുന്ന ബാറ്ററി വീഡിയോ ലൈറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ലൈറ്റിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇപ്പോൾ ക്യാമറയൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു ട്രൈപോഡും പിന്നെ മെയിനായിട്ട് സ്ലൈഡർ വേണോ വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചിലവർ ഉപയോഗിക്കാറുണ്ട് സ്ലൈഡർ, ചിലവർ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് പരിചയപ്പെടാം. ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻഫ്രോട്ടോയുടെ ട്രൈപോഡാണ്. കാണിച്ചിട്ട് കേട്ടോ. മാൻഫ്രോട്ടോയുടെ ഒരു ഹെവി ആയിട്ടുള്ള ട്രൈപോഡാണ്. 501 HDV എന്ന് പറയുന്ന ട്രൈപോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ സ്ലൈഡർ
സ്ലൈഡർ ഏതിൻ്റെ കമ്പനിയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ സ്ലൈഡറിൻ്റെ ഒരു ചെറിയൊരു ഹെഡ്, സ്ലൈഡർ ഹെഡ് ഉണ്ട് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ, യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കൊരു നല്ലൊരു ക്യാമറയോ അല്ലെങ്കിൽ നല്ലൊരു മൈക്കോ ഉണ്ടെങ്കിൽ, സാധാരണ ഒരു ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ ആയാലും മതി, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി പോകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. നിങ്ങളെ ആൾക്കാർ തേടി വരും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ടേക്ക് കെയർ.